എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായ ചില സംശയങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുക. കണ്ണൂർ, കാലിക്കറ്റ്, എംജി പിന്നെ കേരള യൂണിവേഴ്സിറ്റികളിലെ സപ്ലിമെൻ്ററി എക്സാം എത്ര വിഷയങ്ങൾ എഴുതാൻ സാധിക്കും? രജിസ്ട്രേഷൻ എപ്പോഴാണ്? പരീക്ഷ എന്ന് തുടങ്ങും? ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെയിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് കണ്ണൂർ, കേരള, കാലിക്കറ്റ്, എംജി യൂണിവേഴ്സിറ്റികളുടെ സപ്ലിമെൻ്ററി പരീക്ഷകളിൽ എത്ര വിഷയം വരെ വിദ്യാർത്ഥികൾക്ക് എഴുതാമെന്ന്. ആദ്യത്തെ സംശയമാണിത്. അതാണ് എത്ര വിഷയം നമ്മൾക്ക് എഴുതാൻ സാധിക്കുമെന്ന്. അത് പല വിദ്യാർത്ഥികളും ചെയ്യുന്ന സാധാരണ +2 സപ്ലിമെൻ്ററി പരീക്ഷകളിൽ 3 വിഷയമാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രിയിൽ അങ്ങനെ എത്ര എഴുതാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ +2 വെച്ച് എന്ത് ചെയ്യരുത്, ഡിഗ്രിയെ താരതമ്യം ചെയ്യരുത്. +2 ചിലപ്പോൾ നിങ്ങൾക്ക് 3 വിഷയമായിരിക്കാം സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ സാധിക്കുക. അത് +2 കേസിൽ വരുമ്പോൾ 6 വരും. +1 3 വരുന്നത്. എന്നാൽ പോലും ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി കേസ് നിങ്ങൾക്ക് 6 വിഷയം എഴുതാം. FI/UGPക്കാർക്കാണെങ്കിൽ 6 വർഷം, അല്ലെങ്കിൽ തേർഡ് ഇയർ ഡിഗ്രിക്കാർക്കാണെങ്കിൽ 5 വിഷയം. കാരണം അവർക്ക് 5 വിഷയമുള്ളൂ. നമ്മൾക്ക് FI/UGPക്കാർക്ക് എന്തുണ്ട്, 6 സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് 6 വിഷയവും 6 വിഷയത്തിലും നിങ്ങൾക്ക് സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 വിഷയവും സപ്ലി ആയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ എപ്പോഴാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ സർക്കുലർ പ്രകാരം 45 ദിവസത്തിനുള്ളിൽ, അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് ഓർഡർ. 45 ദിവസത്തിനകം. ഇതിൽ കണ്ണൂർ, കേരള, എംജി യൂണിവേഴ്സിറ്റികൾ നിലവിൽ അവരുടെ റിസൾട്ട് 2 ദിവസം മുമ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇനി പുറത്തുവിടാൻ ബാക്കിയുള്ളത്. അവരും ഡിസംബർ അവസാനത്തിനകം പുറത്തുവിടുമെന്നാണ് നമുക്കറിയുന്നത്. നമുക്കിപ്പോൾ കണ്ണൂർ, കേരള, എംജി യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുക്കാം. രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജനുവരി ഒരു പകുതിയോടെ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയാലും ജനുവരി പകുതിയോടെ വിദ്യാർത്ഥികൾക്ക് ഒരു എക്സ്പാക്റ്റ് ഡേറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. കാരണം വിത്തിൻ 45 ദിവസത്തിനകം പരീക്ഷ നടത്തണം. കാരണം ഒരു വർഷം കാത്തിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മറന്നു പോകുവാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ 45 ദിവസത്തിനകം നടത്താനാണ് ഓർഡർ. അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ എപ്പോൾ എന്ന ചോദ്യത്തിന് ഒരു ജനുവരി മാസം ആ പകുതിയോടെയോ അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയോ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കാം. പരീക്ഷ എന്ന് തുടങ്ങും. പരീക്ഷ വിദ്യാർത്ഥികൾക്കൊരു ഫെബ്രുവരി പകുതിയോടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. ഫെബ്രുവരി ആദ്യ വാരത്തിലോ ഫെബ്രുവരി പകുതിയോടെയൊക്കെ പരീക്ഷ തീരും. ഈ പരീക്ഷയൊക്കെ വേഗം തീരുന്നതായിരിക്കും. കാരണം വിത്തിൻ 1 വീക്കിനകം പരീക്ഷയൊക്കെ നടത്തി തീർക്കും. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ സപ്ലി ഉള്ളത് അതൊക്കെ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. പിന്നെ പല വിദ്യാർത്ഥികളും ചെയ്യുന്ന മറ്റൊരു സംശയം, ഈ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുമെന്ന്. സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന്. സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യം മാത്രമാണ് നിലവിൽ സർക്കുലർ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടക്കണം. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ മാർക്ക് കൂട്ടാൻ വേണ്ടി എഴുതുന്നതാണെങ്കിൽ, സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ജയിക്കാൻ വേണ്ടി എഴുതുന്നതാണ്. സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്നത് വിദ്യാർത്ഥികളുടെ മാർക്ക് നിലവാരം മെച്ചപ്പെടുത്താനല്ല, തോറ്റ വിഷയങ്ങൾ ജയിച്ചെടുക്കാനാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ. അപ്പോൾ ഇതുമായി രണ്ടും വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ കൂട്ടത്തിൽ നടക്കുമോ എന്നുള്ളത് സംശയമാണ്. ചിലപ്പോൾ നടന്നേക്കാം. അത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്കറിയ ഫണ്ട് ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.